ദ്രോണാചാര്യരായിരുന്നു എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം. ശിഷ്യന്മാരുടെ നേട്ടം അദ്ദേഹത്തിന്റെ നേട്ടമായിരുന്നു. പരീക്ഷയിൽ ആര് ജയിച്ചാലും പേര് അദ്ദേഹത്തിന് തന്നെ. ദ്രോണന്റെ യശസ് ലോകമെങ്ങും പരക്കും. ദ്രോണൻ പൂജാതി കർമ്മങ്ങൾക്ക് ശേഷം പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് വന്നെത്തി. രാജകുമാരന്മാരും പുതുവസ്ത്രാലങ്കാരങ്ങളോടെ സഭാമണ്ഡപത്തിൽ എത്തിച്ചേർന്നു. എല്ലാവരുടെയും നെറ്റിമേൽ അമ്മ തുടിവിച്ച വിജയതിലകവും ദേവിയുടെ സിന്ദൂരവും ഉണ്ടായിരുന്നു. വിജയപ്രതീക്ഷയിൽ എല്ലാവരുടെയും മുഖം വിളങ്ങി. നാലുപാടും രാജകുമാരന്മാർക്ക് ജയ്വിളികൾ മുഴങ്ങി. ബ്രാഹ്മണന്മാർ ഹോമം നടത്തിക്കൊണ്ടേയിരുന്നു. ആയുധപൂജ നടന്നു. പിന്നീട് ഓരോ രാജകുമാരന്റെയും അസ്ത്രവിദ്യ നൈപുണ്യം പ്രദർശിപ്പിച്ചു തുടങ്ങി. വാൾപ്പയറ്റ്, ഗദായുദ്ധം, മല്ലയുദ്ധം, കുതിരസവാരി, അമ്പെയ്ത്ത്, കണ്ണു മൂടിക്കെട്ടിക്കൊണ്ടുള്ള ലക്ഷ്യവേദം മുതലായ പലതരത്തിലുള്ള സാമർഥ്യങ്ങളും ഓരോ രാജകുമാരന്മാരും പ്രകടിപ്പിച്ചു തുടങ്ങി. പിന്നീട് ഭീമനും ദുര്യോധനനും തമ്മിൽ ഗദായുദ്ധവും മല്ലയുദ്ധവും നടന്നു. ഭൂമി ഉറച്ച് ഭയങ്കരമായ ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെ തോന്നി. രണ്ടിൽ ഒരാളും ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിരുന്നില്ല. രംഗവേദി ഇടിഞ്ഞു വീഴുമെന്ന് തോന്നി. ദ്രോണൻ ഇടപെട്ട് മത്സരം അവസാനിപ്പിച്ചു. അപ്പോൾ വന്നു ആര്യാവർത്തത്തിലെ വീരശിരോമണിയായ അർജുനൻ. സഭാതലം കരഘോഷത്താലും ഹർഷോല്ലസതലത്താലും മുഖരിതമായി. വാസ്തവത്തിൽ അർജുനന്റെ യുദ്ധസാമർഥ്യം നേരിൽ കാണുന്നതിനു വേണ്ടിയായിരുന്നു ദൂരദേശങ്ങളിലെ രാജാക്കന്മാർ പോലും അവിടെ എത്തിയത്. അർജുനൻ ആയുധം താഴെ വെച്ചു. ഗുരുദേവനെ ഭക്തിപൂർവം പ്രണമിച്ചു. അതിനുശേഷം സദസ്യരെ വന്ദിച്ചു. തുടർന്ന് അസ്ത്രവിദ്യാ പ്രദർശനം തുടങ്ങി. അർജുനന്റെ അസ്ത്രവിദ്യാ സാമർഥ്യം അലൗകികവും വിസ്മയകരവുമായിരുന്നു. അഭ്യാസ പ്രകടനം കണ്ടിട്ട് കാണികൾക്ക് വിശ്വാസം വന്നില്ല. അർജുനൻ എല്ലാവരെയും ഇന്ദ്രജാലം കൊണ്ട് വശീകരിച്ചതാണോ എന്ന് പോലും തോന്നിപ്പിച്ചു. തങ്ങൾക്ക് മതിഭ്രമം ഉണ്ടായതാണോ എന്ന് ചിലർ സംശയിച്ചു. അർജുനൻ ആഗ്നേയാസ്ത്രം അയച്ചപ്പോൾ ഹസ്തിനാപുരത്തിനു ചുറ്റും അഗ്നിജ്വാലകൾ ആളിക്കത്തി. പെട്ടെന്നുണ്ടായ അഗ്നിബാധ കാണികളുടെ മനസ്സിൽ ഭീതി ജനിപ്പിച്ചു. പല യോദ്ധാക്കളും ബാലന്മാരെ പോലെ പരിഭ്രാന്തരായി നിലവിളിക്കുവാൻ തുടങ്ങി. പലരും മരണഭയത്താൽ മോഹാലസ്യപ്പെട്ടു വീണു. അപ്പോൾ അർജുനൻ വരുണാസ്ത്രം പ്രയോഗിച്ചു. തോരാത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായി. നാവ് നീട്ടിയടക്കുന്ന മറ്റൊരു കരാളാവസ്ഥ സംജാതമായി. എല്ലാവരും ഭയഭീതിയിലായി. ഇഷ്ടദേവന്മാരുടെ നാമം ജപിക്കുവാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് അർജുനൻ വായവാസ്ത്രം തൊടുത്തുവിട്ടു. പ്രബലമായ വായുവേഗത്താൽ വെള്ളപ്പൊക്കം എവിടെ പോയോ ഒളിച്ചെന്ന് പറയുവാൻ വയ്യ. കാണികൾ അത്ഭുത പരതന്ത്രരാകുക മാത്രമല്ല, കൃതജ്ഞരാകുകയും ചെയ്തു. നീണ്ടുനിന്ന കരഘോഷം മുഴങ്ങി. കാണികൾക്കിടയിൽ കോലാഹലം വർദ്ധിച്ചു. പലരും തൂണുകളിലും ഇരിപ്പിടങ്ങളിലും മുറുകെ പിടിച്ച് അമങ്ങിയിരുന്നു. വളരെ പേർ ഭൂമിയോട് പറ്റിച്ചേർന്ന് കിടന്നു. വായുവിന്റെ തീവ്ര വേഗത്താൽ എല്ലാവരും ഇളകിമറിഞ്ഞു. ഈ അവസ്ഥ കണ്ട് അർജുനൻ പർജന്യാസ്ത്രം പ്രയോഗിച്ചു. ആകാശം മേഘാവൃതമായി. ആളുകൾക്കല്പം ആശ്വാസം തോന്നി. ഭയം നീങ്ങി എല്ലാവർക്കും അർജുനന്റെ സാമർഥ്യം ബോധ്യപ്പെട്ടു. എന്നാൽ ഇതെന്തു മറിമായും. വായു പ്രവാഹം നിലച്ചു. ആളുകൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. എല്ലാവരും അസ്വസ്ഥരായി. അല്പം സമയം കൂടി കഴിഞ്ഞാൽ ആരും ജീവിക്കുകയില്ലെന്ന അവസ്ഥയുണ്ടായി. പെട്ടെന്ന് അദ്ദേഹം സൗരഭാസ്ത്രം പ്രയോഗിച്ചു. ഹസ്തിനാപുരത്തെ അന്തരീക്ഷത്തിൽ സുഗന്ധം നിറഞ്ഞ മന്ദമാരുതൻ വീശിത്തുടങ്ങി. പുളകിതരായ കാണികൾ അർജുനനെ അഭിനന്ദിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അദ്ദേഹം ഭൗമാസ്ത്രം തൊടുത്തുവിട്ടു. എല്ലാവരും ഭൂമിക്കുള്ളിൽ മറഞ്ഞു. അടുത്ത നിമിഷം പർവ്വതാസ്ത്രം പ്രയോഗിച്ച് എല്ലാവരെയും സ്തംഭിപ്പിച്ചു. ഹസ്തിനാപുരം മുഴുവൻ ഒരു പർവ്വത സ്തൂപത്തിൽ പൊങ്ങി. അർജുനൻ ഏറ്റവും ഉയർന്ന കൊടിമുടിമേൽ നിന്ന് എല്ലാവരെയും നമസ്കരിക്കുന്നു. കാണികൾ കൈകൂപ്പുവാൻ വേണ്ടി കൈ ഉയർത്തുമ്പോഴേക്ക് പർവ്വതത്തിൽ ഇരിക്കേണ്ടി വരുമോ എന്ന് പേടിച്ചു. പെട്ടെന്ന് അദ്ദേഹം നിമ്മസ്ത്രം പ്രയോഗിച്ച് ഹസ്തിനാപുരത്തെ പാതാളത്തിലേക്ക് അയച്ചു. കാണികൾ ഭയന്ന് നിലവിളിച്ചു. ഉടൻ തന്നെ ശൂന്യാസ്ത്രം പ്രയോഗിച്ചു. എല്ലാവരും പൂർവ്വസ്ഥിതിയിലായി. ഹാവോ, സമാധാനമായി. മകന്റെ മികവ് കണ്ട് കുന്തിദേവി ആനന്ദാശ്രുകൾ പൊഴിച്ചു. എന്നാൽ ഉത്തരക്ഷണത്തിൽ മുൻപിൽ കർണന്റെ ക്രുദ്ധമായ മുഖം കണ്ടവർ സ്തബ്ധരായി. കർണൻ മഹാവീരനാണെന്നറിയാം. ഏതോ ദേവന്റെ ആശീർവാദം കൊണ്ട് ലഭിച്ച കവചകുണ്ടലങ്ങളോട് കൂടിയാണ് കർണൻ ജനിച്ചത്. അർജുനനോട് മത്സരിക്കുവാൻ തയ്യാറായി വേദിയിൽ വന്നിരിക്കുകയാണ്. കർണനും ദ്രോണന്റെ ശിഷ്യനാണ്. അർജുനന് സമശീർഷനായ യോദ്ധാവുമാണ്. എന്നാൽ കർണൻ തേരാളിയുടെ മകനും അർജുനൻ ഹസ്തിനാപുരിയിലെ രാജകുമാരനുമാണ്. രാജകുമാരന്മാരിലല്ലാത്തതിനാൽ ഗുരു ദ്രോണൻ തന്നോട് താല്പര്യക്കുറവ് കാട്ടുന്നതായി കർണൻ അറിയാം. തൻ്റെ പുത്രനായ അശ്വത്ഥാമാവിനെയും പ്രിയ ശിഷ്യനായ അർജുനനെയും അല്പം കൂടുതൽ വിദ്യകൾ അഭ്യസിപ്പിക്കാറുണ്ട്.
കർണൻ കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ്, ന്യായപ്രിയനുമാണ്. ആരെയും ഭയമില്ല. ഗുരുവിന്റെ അന്യായത്തെയും എതിർക്കാറുണ്ട്. തന്നെയും കൂടുതൽ സമയം പഠിപ്പിക്കണമെന്ന് കർണൻ ആവശ്യപ്പെട്ടു. മറുപടിയായി ഗുരു ഇങ്ങനെ പറഞ്ഞു: അർജുനൻ ഭാവിയിൽ ഹസ്തിനാപുരത്തിന്റെ രക്ഷകനാകും. അശ്വത്ഥാമാവ് ഹസ്തിനാപുരത്തെ ഭാവി രാജാക്കന്മാരുടെ ആയോധന ഗുരുവാകും. അതിനാൽ അവർക്ക് രണ്ടുപേർക്കും കൂടുതൽ വിദ്യ അഭ്യസിക്കേണ്ടത് ആവശ്യമാണ്. കർണൻ എന്തിനാണ് കൂടുതൽ പഠിക്കുന്നത്? ഒരിക്കലും രാജാവാകുകയില്ലല്ലോ. കർണൻ നിശബ്ദനായി. അതേസമയം അർജുനനോടുള്ള അസഹിഷ്ണുത ദിനം പ്രതി വർദ്ധിച്ചു വന്നു. ഭാവിയിൽ അർജുനനേക്കാൾ വലിയ വീരനാകുമെന്ന് പ്രതിജ്ഞയെടുത്തു. എന്നിട്ട് ഏകാഗ്ര സാധനയിൽ മുഴുകി. ഇന്ന് തന്റെ സാമർഥ്യം തെളിയിക്കുവാനുള്ള ദിവസമാണ്. ജനത്തേക്കാൾ വലുത് കർമ്മശേഷിയാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാം. കർണൻ ആയുധവിദ്യയിലെ സാമർഥ്യം പ്രദർശിപ്പിച്ചു തുടങ്ങി. കർണൻ അർജുനനേക്കാൾ കഴിവൊട്ടും കുറവില്ല. എന്നാൽ അർജുനന്റെ അലൗകികമായ പ്രഭാവം കാണികളെ അപ്പോഴും മോഹചന്നരാക്കിയിരുന്നു. അതിനാൽ കർണന്റെ അഭ്യാസ പ്രകടനം വളരെ വിസ്മയധീനരാക്കിയില്ല. അതിനുശേഷം കർണൻ അർജുനനെ ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നേർക്കുനേരെ പയറ്റി നോക്കാമെന്ന് അർജുനൻ പറഞ്ഞു. ഈ ദ്വന്ദ്വയുദ്ധത്തിന്റെ പരിണാമം കർണന്റെ മരണമായിരിക്കുമെന്ന് അർജുനൻ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. വേദിയിലിരുന്ന കുന്തി മോഹാലസ്യപ്പെട്ട് വീണു. ദ്വന്ദ്വയുദ്ധത്തിൽ ഒന്നുകിൽ കർണൻ മരിക്കും, അല്ലെങ്കിൽ അർജുനൻ മരിക്കും. ആരുടെ മരണത്തെപ്പറ്റിയുള്ള ആശങ്കയിലാണ് കുന്തി ചേതനയേറ്റ് വീണത്? അർജുനൻ തന്റെ മകനാണ്. കർണനും മകനെ പോലെ പ്രിയപ്പെട്ടവനാണ്. ആരുടെ മരണമായാലും അത് അവർക്ക് സഹിക്കാവുന്നതല്ല. കുന്തിയുടെ മഹാമനസ്കതയെ കാണികൾ വാഴ്ത്തി. ഇവിടെയും കർണന്റെ അഭിമാനവും പൗരുഷവും മുറിപ്പെട്ടു. കർണനും അർജുനനും തമ്മിലുള്ള യുദ്ധത്തിന്റെ പരിണാമം ഭയാനകമായിരിക്കുമെന്ന് ദ്രോണർക്കറിയാം. അതുകൊണ്ട് കർണന്റെ ദൗർബല്യത്തിൽ ഊന്നിക്കൊണ്ട് ദ്രോണർ പറഞ്ഞു: ദ്വന്ദ്വയുദ്ധമോ? ഒരു രാജകുമാരൻ വേറൊരു രാജകുമാരനോടാണ് ദ്വന്ദ്വയുദ്ധം നടത്തേണ്ടത്. അർജുനൻ ഹസ്തിനാപുരത്തെ രാജകുമാരനാണ്. നീയോ? നിന്റെ അച്ഛൻ ആരാണ്? അമ്മയാരാണ്? നീ വീരനായിരിക്കാം, പക്ഷെ അർജുനന് തുല്യനാകുവാനുള്ള യോഗ്യത നിനക്ക് എന്താണുള്ളത്? കർണൻ നിശബ്ദനായി. അപമാനവും ദുഃഖവും മൂലം മണ്ണിലടിഞ്ഞു ചേരുവാൻ മനസ്സ് വെമ്പി. പൗരുഷത്തെ അംഗീകരിക്കാത്ത ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് എന്തർത്ഥം? ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ദുര്യോധനൻ ചാടി എഴുന്നേറ്റ് പ്രഖ്യാപിച്ചു: എന്റെ സ്നേഹിതനായ കർണനെ ഞാൻ അംഗദേശത്തിന്റെ അധിപനായി വാഴിക്കുന്നു. പെട്ടെന്ന് അലങ്കരിച്ച രത്നസിംഹാസനം കൊണ്ടുവരപ്പെട്ടു. അടുത്ത നിമിഷം സാരഥിയുടെ പുത്രന്റെ ഭാഗ്യത്തിൽ മാറ്റമുണ്ടായി. ഭീമൻ പരിഹസിച്ചു: ദയതോന്നി ആരെ വേണമെങ്കിലും രാജാവാക്കാം, എന്നാൽ അവന്റെ ദേഹത്ത് രാജവംശത്തിന്റെ രക്തം പ്രവഹിപ്പിക്കുവാൻ പറ്റുകയില്ലല്ലോ. ഇനിയിപ്പോൾ കുതിരയുടെ കടിഞ്ഞാൻ പിടിക്കുന്നതിന് പകരം കർണൻ ഭരണത്തിന്റെ കടിഞ്ഞാൻ പിടിക്കും. അതിനയാൾ എന്നെന്നും ദുര്യോധനനോട് കൃതജ്ഞനുമായിരിക്കും. കർണനും അർജുനനും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കുന്നതിനു വേണ്ടി ആ സമയത്ത് തന്നെ സൂര്യൻ അസ്തമിച്ചു. ധർമ്മദേവനായ സൂര്യൻ പോലും വിമുഖനായി ഈ അന്ധകാര നിബിദ്ധമായ രാജ്യത്ത് പൗരുഷം മാനിക്കപ്പെടുന്നുവെന്ന് വെറും ദിവാസ്വപ്നം പോലെയാണെന്ന് കർണന് മനസ്സിലായി. എങ്കിലും ഞാൻ തോൽക്കുകയില്ല. ജീവിതം മുഴുവൻ പോരാടി പൗരുഷത്തിന്റെ അംഗീകാരത്തിനു വേണ്ടി പ്രാണൻ വെടിയുന്നതാണ് പുരുഷന് ശ്രേയസ്കരം. അംഗരാജാവിന്റെ അഭിഷേകത്തിനോടനുബന്ധിച്ച് രാത്രി മുഴുവൻ ഹസ്തിനാപുരയിൽ ഉത്സവവും ആഘോഷിച്ചു. വർണ്ണാശോധങ്ങളായ നൃത്തപരിപാടികൾ അവതരിക്കപ്പെട്ടു. ദുര്യോധനൻ എല്ലാവർക്കും വിരുന്നൊരുക്കി. മദ്യപാനം ചെയ്ത ഹസ്തിനാപുരവാസികൾ ദുര്യോധനനെ ജയ് വിളിച്ചു. ഈ ഉത്സവത്തിൽ ഏറ്റവും അധികം ആനന്ദമുണ്ടായിരിക്കേണ്ടത് കർണനായിരുന്നു. ഇന്ന് രാവിലെ വരെ ഒരു സാധാരണക്കാരനെ പോലെയുള്ള ഒരു തേരാളിയായിരുന്നു. എന്നാൽ ഇപ്പോൾ സമ്പദ് സമൃദ്ധനായ അംഗദേശത്തിന്റെ അധിപനായി തീർന്നിരിക്കുന്നു. പക്ഷേ കർണൻ എവിടെ? ഉത്സവ മണ്ഡപത്തിൽ എല്ലാ രാജകുമാരന്മാർക്കും ആനന്ദ നിമഗ്നരായിരുന്നു. ആയുധാഭ്യാസ പ്രകടനം കാണാനെത്തിയ മറ്റ് അതിഥികളും അഭിഷേകത്തന്മാരും മഹോത്സവത്തിൽ പങ്കെടുക്കും. പക്ഷേ കർണൻ അവിടെയില്ല. ആവോളം തിന്നുകയും കുടിക്കുകയും ചെയ്ത ശേഷം എല്ലാവരുടെയും ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. ആർക്കു വേണ്ടിയാണോ ഈ ഉത്സവം സംഘടിപ്പിക്കപ്പെട്ടത്, അയാൾ എവിടെയില്ലെന്നുള്ള വിവരം ആരും അറിഞ്ഞില്ല. കർണന്റെ അസാന്നിധ്യത്തിൽ കർണാഭിഷേക രാത്രി മിന്നിത്തിളകുകയായിരുന്നു. ആളൊഴിഞ്ഞ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന മഹാരാജാവായ കർണൻ തന്റെ ജീവിതത്തെ രഹസ്യമന്വേഷിക്കുകയായിരുന്നു. ആരാണ് നിന്റെ അച്ഛൻ? ആരാണ് നിന്റെ അമ്മ? പിന്നെ ഭീമന്റെ പരിഹാസം. ആരുടെയും ദേഹത്തെ രാജവംശത്തിന്റെ രക്തം പ്രവഹിപ്പിക്കാൻ പറ്റുകയില്ല. കാതുകളിൽ ഇതെല്ലാം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ക്രോധവും രോക്ഷവും മൂലം കർണന്റെ ദേഹം ചുട്ടുപഴുത്തു. മനസ്സ് വിണ്ടുകീർ. തന്റെ രാജാവിനാക്കിക്കൊണ്ട് ദുര്യോധനൻ അപാരമായ ദാനശീലം പ്രദർശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മഹത്വം തെളിയിച്ചു. അദ്ദേഹം തന്റെ കൃതജ്ഞതയ്ക്ക് പാത്രമായി തീർന്നു. എന്നാൽ കർണന് ഇതിലൊന്നും അല്പം പോലും താല്പര്യമില്ല.
ഈ നൃത്തഗാനങ്ങളും ഇതര കലാപരിപാടികളും കർണന്റെ നിസ്സഹമായ പൗരുഷത്തെ പരിഹസിക്കുകയാണ്. നൃത്തവും ഗാനവും താളത്തിനൊത്തിച്ചു പറയുന്നു, നിന്റെ ദേഹത്തിൽ രാജരക്തമില്ലായിരുന്നിട്ടും ദുര്യോധനന്റെ ദയയും ഔദാര്യവും നിമിത്തം നീ ഇന്ന് രാജാവായി. നീ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. നീ അനുഗ്രഹീതനാണ്, ആശ്രിതനാണ്. ഈ അംഗദേശത്തിന്റെ രാജപദവിയും രാജസിംഹാസനവും രാജമകുടവും വേണ്ടെന്ന് പറഞ്ഞാലോ, അപ്പോൾ ആളുകൾ പറയും കർണൻ രാജപദവിക്ക് യോഗ്യനല്ല. രാജസിംഹാസനം അയാളെ ഭയപ്പെടുത്തി, രാജമകുടം അയാളെ ശിരസിന് ഇണങ്ങുന്നില്ല. ദുര്യോധനൻ പാത്രമറിയാതെ മാത്രം ചെയ്യുന്നത് എന്തൊക്കെ? കർണൻ വീണ്ടും ആലോചിച്ചു, ആരാണ് എൻ്റെ അച്ഛൻ? ആരാണ് എൻ്റെ അമ്മ? സാരഥിയായ അധിരഥന്റെയും രാധയുടെയും മകനാണെന്ന് വിചാരിക്കുന്ന കാലത്ത് ഭൂമിയിലെ എല്ലാ ചപല ബാലന്മാരെയും പോലെ ഞാനും സന്തുഷ്ടനായിരുന്നു. രാജകുമാരനായി ജനിക്കാത്തത് എന്ത് എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എന്നാൽ കൗമാരകാലത്ത് ഒരു ദിവസം ഞാൻ ഒരിക്കലും ചിന്തിച്ച്, അമ്മ കുന്തിദേവി അമ്മ രാധയുമായി ഏകാന്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൽ വെളിയിൽ നിന്ന് കേൾക്കുവാൻ ശ്രമിച്ചപ്പോൾ ആദ്യത്തെ ആഘാതമേറ്റു. കുന്തിദേവി പറഞ്ഞു, നിന്റെ ഈ മകൻ രാജലക്ഷണങ്ങളെല്ലാം തികഞ്ഞവനാണ്. ഇവൻ തേരാളിയുടെ മകനാണെന്ന് ആര് പറയും? ഇവന്റെ മുഖം നോക്കൂ. ഹസ്തിനാപുരത്തെ രാജകുമാരന്മാരുടെ കൂടെ നിർത്തിയാൽ ഇവൻ എല്ലാവരേക്കാൾ മികച്ചവനായിരിക്കും. ഈ കവചകുണ്ടലങ്ങൾ ഇവൻ എത്ര ഭംഗി ഉളവാക്കുന്നു. ഇവനെ മടിയിലെടുത്ത് ലാളിക്കുവാൻ ആഗ്രഹം തോന്നുന്നു. ഇവൻ എൻ്റെ മകനായിരുന്നുവെങ്കിൽ സത്യം ഇവൻ രാജകുമാരനായി ജനിക്കേണ്ടവനായിരുന്നു. രാധ പറഞ്ഞു, ഇവൻ വളരുന്തോളും ഇവന്റെ രൂപഗണങ്ങൾ കണ്ട് ഞങ്ങളുടെ പുത്രനല്ലെന്ന് ആളുകൾ പറയുവാൻ തുടങ്ങിയിരിക്കുന്നു. ദേവിയോട് സത്യം മറയ്ക്കുന്നത് എന്തിന്? വാസ്തവത്തിൽ ഇവൻ ഞങ്ങളുടെ മകനല്ല. ഏതോ ഭാഗ്യഹീന ഇവനെ പ്രസവിച്ചയുടൻ പെട്ടിയിൽ വെച്ച് യമുനാ നദിയിൽ ഒഴുക്കിവിട്ടു. കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശ്വരന്റെ വരദാനമായി ഇവനെ ഞങ്ങൾക്ക് കിട്ടി. ഈ കവചകുണ്ടലങ്ങൾ ജന്മനാ ഇവന്റെ ദേഹത്തുള്ളതാണ്. അപ്പോൾ കുന്തി പറഞ്ഞു, കഷ്ടം, ആ ദുഷ്ടയായ അമ്മയുടെ മേൽ ഇടിമിന്നൽ ഏൽക്കാഞ്ഞതെന്ത്? മൃദുല മനസ്കയായ ചന്ദ്രവംശത്തിലെ റാണി കുന്തി അന്ന് ശിലാഹൃദയായ അമ്മയെ ശപിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കി. കർണൻ തന്നെ മുറിയിലേക്ക് മടങ്ങി. 12 വർഷം പ്രായമുള്ള കർണന്റെ ജീവിതത്തിൽ അന്നൊരു പുതിയ അധ്യായം ആരംഭിച്ചു. അന്നു മുതൽ അയാൾ തൻ്റെ അച്ഛനാരെന്ന് അന്വേഷിക്കുകയാണ്. എന്നാൽ തൻ്റെ ഹൃദയദുഃഖം ഈ മാതാപിതാക്കളെ ഒരിക്കലും അറിയിച്ചിട്ടില്ല. അവരുടെ സുഖം നശിപ്പിക്കുവാൻ തനിക്ക് അവകാശവുമില്ല. അവരാണ് യമുനയുടെ ഒഴുക്കിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയത്. അല്ലായിരുന്നുവെങ്കിൽ മരണം സുനിശ്ചിതമായിരുന്നു. അതിനാൽ ഓരോ ചുവടുവെപ്പിലും മാതാപിതാക്കളുടെയും തൻ്റെ കർത്തവ്യനിഷ്ഠതയോടെയും നിർവഹിച്ചു വരികയാണ്. അപ്പോൾ രാധ വിളിക്കുന്നത് കേട്ടു, മകനെ കർണ, നിന്നെ അഭിനന്ദിക്കുവാൻ മഹാറാണി കുന്തിദേവി എഴുന്നള്ളിയിരിക്കുന്നു. കതക് തുറക്കൂ. കർണൻ അത്ഭുതപ്പെട്ടു വേദിയിൽ കുന്തി മോഹാലസ്യപ്പെട്ടു വീണു. തൻ്റെ മകന്റെ അശുഭചിന്തയാൽ സന്ധ്യ വരെ അവർ അബോധാവസ്ഥയിലായിരുന്നു. ബോധം വീണ്ടു കിട്ടിയപ്പോൾ അവർ കർണന്റെ അഭിഷേക വാർത്ത കേട്ടു. സുഖമില്ലായിരുന്നിട്ടും കർണനെ അഭിനന്ദിക്കുവാൻ എത്തിയിരിക്കുന്നു. തൻ്റെ പ്രിയപുത്രനായ അർജുനന്റെ നിത്യശത്രുവാണെങ്കിലും അയാൾക്ക് രാജ്യം ലഭിച്ചതിൽ കുന്തി ആനന്ദിക്കുന്നു. ഇതവരുടെ ഹൃദയവിശാലതയാണോ അതോ മറ്റെന്തെങ്കിലും ഗൂഢാലോചനയാണോ? കർണൻ കതക് തുറന്ന് കുന്തിയെ നമസ്കരിച്ചു. വിറയ്ക്കുന്ന ശരീരത്തോടുകൂടി കുന്തി കർണനെ ആശ്ലേഷിച്ചു. കർണൻ ധാരധാരമായി ഒഴുകുന്നുണ്ടായിരുന്നു. ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു, മകനെ കർണ, ദീർഘായുസ്സായിരിക്കട്ടെ, കീർത്തിമാനാകട്ടെ. രാജാവായിട്ട് നിന്റെ മനസ്സിന് സുഖമില്ലെന്ന് കേട്ടു. ഭീമൻ പരിഹസിച്ചെന്നും കേട്ടു. അത് നിന്റെ മനസ്സിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ക്ഷമയാചിക്കുവാൻ വന്നതാണ് ഞാൻ. അവന്റെ വാക്കുകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കർണൻ ചഞ്ചല സ്വരത്തിൽ പറഞ്ഞു, അവിടുത്തെ ശരീരത്തിന് നല്ല ചൂടുണ്ട്. ക്ഷീണം കൊണ്ട് ദേവി വിറയ്ക്കുന്നു. ഇത്ര ചെറിയൊരു കാര്യത്തിന് മഹാറാണി ഇത്ര ദൂരം വരേണ്ടിയിരുന്നില്ല. ഭീമന്റെ പരിഹാസം ഒരു പുതിയ കാര്യമല്ല. വിദ്യാഭ്യാസ കാലം മുതൽ ഞാൻ രാജകുമാരനല്ലെന്ന് ഭീമൻ കൂടെ കൂടെ ഓർമ്മിപ്പിക്കാറുണ്ട്. എൻ്റെ ഞരമ്പുകളിൽ സാരഥിയുടെ രക്തമാണ് ഒഴുകുന്നത്. ഭീമൻ എപ്പോഴും പറയുന്ന ഇതഞ്ഞു തന്നെയാണ്. എന്നാൽ ഭീമൻ പറഞ്ഞതും സത്യമല്ലേ? ഇതിൽ വിഷമിക്കുവാൻ എന്തിരിക്കുന്നു? ഞാൻ അഭിമാനിക്കുന്നു. കുന്തിക്ക് അധിക നേരം നിൽക്കുവാൻ കഴിഞ്ഞില്ല. കർണൻ അവരെ താങ്ങിപ്പിടിച്ച് അകത്തു കൊണ്ടുപോയി പീഠത്തിലിരുത്തി. കുന്തിദേവി വ്യാകുല സ്വരത്തിൽ പറഞ്ഞു, ഭീമൻ ജന്മന എന്നെ കഷ്ടപ്പെടുത്തുകയാണ്. നിന്നെ മുറിവേൽപ്പിക്കരുതെന്ന് ഞാൻ പലതവണ അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവന് കുന്തിപുത്രനാണെന്ന അഹങ്കാരം വർദ്ധിച്ചു വരികയാണ്. അവൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ നിന്നെ എൻ്റെ ധർമ്മപുത്രനായി സ്വീകരിക്കും. ഇന്നു മുതൽ നീ എൻ്റെ മൂത്ത പുത്രനാണ്. പാണ്ഡവന്മാർ ഇളയവരും. കുന്തി പെട്ടെന്ന് കർണന്റെ വായിൽ മഹാദേവന്റെ പ്രസാദം വെച്ചു കൊടുത്തു. കർണൻ മാറോടണച്ച് കണ്ണീരൊഴുകിക്കൊണ്ട് പറഞ്ഞു, നിന്നെ ഗർഭം ധരിച്ചപ്പോൾ സാഹചര്യങ്ങൾ വിപരീതമല്ലായിരുന്നുവെങ്കിൽ നിന്നെപ്പോലെ ഒരു മകനെ നദിയിൽ ഒഴുക്കുമായിരുന്നില്ല.
ആ ഗതികെട്ട അമ്മയുടെ വേദന ഒരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവർ ജീവിച്ചിരിപ്പുണ്ടായെങ്കിൽ നിന്നെ ഓർമ്മിച്ച് അനുനിമിഷം മരണയാതന അനുഭവിക്കുന്നുണ്ടായിരിക്കും. അത് തന്നെയാണ് അവരുടെ പ്രായച്ചിത്തം. ഇതിലും വലിയ ശിക്ഷ അവർക്ക് ലഭിക്കുവാനുണ്ടോ? മകനെ കർണ, ആ ഭാഗ്യഹീന മരിച്ചുപോയെന്ന് കരുതിക്കൊള്ളു. ഇന്നു മുതൽ ഞാനാണ് നിന്റെ അമ്മ. ഇന്നു മുതൽ നീ കുന്തിയപുത്രനാണ്. ഇക്കാര്യം ഞാൻ പാണ്ഡവന്മാരോട് പറയുവാൻ പോവുകയാണ്. അപ്പോൾ ഭീമന്റെ അഹങ്കാരം തവിടുപൊടിയാകും. കർണൻ എന്നിട്ടും സന്തുഷ്ടനായി കാണപ്പെട്ടില്ല. കുന്തിക്ക് തന്നോടുള്ള അപാരമായ ദൈവകരുണയെന്ന് പ്രദർശിപ്പിക്കുന്നത് എന്തിനെന്ന് അയാൾക്ക് തോന്നുന്നു. മറ്റുള്ളവരുടെ ദൈവനെ കർണൻ വെറുക്കുന്നു. എല്ലാവരും തന്നെ അനുഗ്രഹിക്കുന്നു. അതേസമയം ആരും തന്നെ പൗരുഷത്തെ അംഗീകരിക്കുന്നില്ല. കുന്തി മാതാവിന്റെ ഈ കാരുണ്യം അവഗണന്നു. കർണൻ തലയുയർത്തി കുന്തിയെന്നു. വിളറിയ മുഖം, പനി പിടിച്ച് ക്ഷീണിച്ച ശരീരം, വ്യാകുലവും വിഹ്വലവുമായ നോട്ടം, വിഷാദം നിറഞ്ഞ കണ്ണുകൾ, തുളുമ്പി നിൽക്കുന്ന കണ്ണുനീർ. കർണൻ വിമൂഢനും വിവശനുമായി നോക്കിക്കൊണ്ടിരുന്നു. കർണന്റെ കണ്ണുകൾ നിറഞ്ഞ് ജനിച്ച കാലം മുതൽ മാതൃസ്നേഹം നിഷേധിപ്പിക്കട്ട കർണന്റെ മാതൃത്വത്തിന്റെ മൂർത്തിഭാവമായ കുന്തിദേവിയെ അവഗണിക്കണോ, നിരാകരിക്കണോ? കർണൻ ആത്മഗതമെന്ന മട്ടിൽ പറഞ്ഞു, അമ്മയെ കുന്തിപുത്രനാവുക എന്ന അഭിമാനത്തിനു വേണ്ടി തന്നെ പൗരുഷം ബലികഴിക്കുന്നതിന് പോലും കുണ്ഠിതമല്ല. എന്നാൽ ഉറക്കെ പറഞ്ഞു തിരക്കിയാണ്, അമ്മേ, അവിടുത്തെ പുത്രനായിരുന്നുവെങ്കിൽ ഞാൻ എത്ര ധന്യമാകുമായിരുന്നു. മറ്റുള്ളവരുടെ ദൈവനോടും അനുകമ്പയോടും എനിക്ക് വെറുപ്പായി. എന്നാൽ അവിടുത്തെ ദൈവം സ്വീകരിക്കുന്നതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. ഞാൻ അവിടുത്തെ എന്നും അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇന്നു മുതൽ അവിടുന്ന് എൻ്റെ അമ്മയാണെന്നും എന്നെ പ്രസവിച്ചിട്ടുള്ളതാണെന്നും കണക്കാക്കിക്കൊള്ളാം. ഒരുപക്ഷെ എൻ്റെ ശപിക്കപ്പെട്ട ജീവിതത്തിൽ അല്പം ആശ്വാസം ലഭിച്ചേക്കും. കുന്തിക്ക് കഠിനമായ ആഘാതമേറ്റു. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. അവർ പറഞ്ഞു, ഇത് ദൈവമോ അനുകമ്പയോ അല്ല കർണ, എൻ്റെ ഹൃദയത്തിൻ്റെ വികാരമാണ്. ഇതിൽ വഞ്ചനയോ കാപട്യമോ ഇല്ല. അമ്മയുടെ മനസ്സിന് മകനൊരിക്കലും മനസ്സിലാക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അവൻ പുരുഷനാണ്. ഇതാണ് അമ്മയുടെ ദുഃഖം. കർണൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഹൃദയത്തിലെ ശോകവും നീരസവും പ്രകടമായിപ്പോയി. കുന്തി മ്ലാനമായ ശരിയോടെ പറഞ്ഞു, അമ്മയുടെ അടുത്തല്ലേ മകന് പരിഭവിക്കുവാൻ പറ്റൂ. യാത്ര പറയുന്നതിന് മുമ്പ് കുന്തി അഭ്യർത്ഥിച്ചു, മോനെ, അർജുനനോട് യുദ്ധം ചെയ്യുന്നത് ഉചിതമല്ല. എനിക്ക് വലിയ വിഷമം തോന്നുന്ന ഭാവിയിലും അങ്ങനെ ഒരു അവസരം ഉണ്ടാകാതിരുന്നാൽ എന്നെ ഭാഗ്യമായി ഞാൻ കണമാക്കാം. കർണൻ മൗനം പൂണ്ടു. തൻ്റെ മകൻ അർജുനന്റെ സുരക്ഷയെ കരുതിയാണോ കുന്തിദേവി കർണന്റെ മേൽ ഇത്രയേറെ വാത്സല്യം ചൊരിഞ്ഞത്? എൻ്റെ ഭാവനയുടെ തന്ത്രി പൊട്ടി. മായ ചെവിയിൽ പറഞ്ഞു, കർണൻ വരുന്നുണ്ട്. കുന്തിദേവിയും പറഞ്ഞു, മോളെ, കർണൻ വരുന്നു. അവരെ വന്ദിക്കണം. അവൻ ജ്യേഷ്ഠനാണ്, എൻ്റെ ധർമ്മപുത്രനാണ്. യുധിഷ്ഠിര പ്രായത്തിൽ കർണനേക്കാൾ ഇളയതാണ്. കർണൻ അമ്മയെ നമസ്കരിച്ചു. വിനീത സ്വരത്തിൽ പറഞ്ഞു, അവിടുന്ന് ബുദ്ധിമുട്ടി എന്തിനാണ് വന്നത്? ആരെങ്കിലും പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ ഗാണ്ഡവപ്രസ്ഥത്തിൽ എത്തിച്ചേരുമായിരുന്നു. അമ്മ കർണനെ നെറ്റിയിൽ ചുംബിച്ച് ആശീർവദിച്ചു. മുറിവേറ്റ സ്വരത്തിൽ പറഞ്ഞു, എന്ത് ബുദ്ധിമുട്ട്? മകനെ കാണുവാൻ വരുന്നത് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണോ? നീ അച്ഛനന്മമാരെ കാണുവാൻ അംഗരാജ്യത്തെത്തിയതെന്ന് അറിവ് കിട്ടി. എനിക്കിരിപ്പുറച്ചില്ല. കർണൻ വിഷാദം കലർന്ന ചിരിയോടെ പറഞ്ഞു, എൻ്റെ പരമഭാഗ്യം. മിണ്ടാതിരിക്കൂ. അമ്മയോട് മഹാരാജാക്കന്മാരെ പോലെ സംസാരിക്കാതിരിക്കൂ. എൻ്റെ മരുമകൾ എന്തു വിചാരിക്കും? നിന്നെ വന്ദിക്കുവാൻ വേണ്ടിയാണ് അവൾ എൻ്റെ കൂടെ ഇത്രയും ദൂരം വന്നത്. നീ അവളെ ആശീർവദിക്കുവാൻ ഗാണ്ഡവപ്രസ്ഥത്തിൽ ഒരിക്കൽ പോലും പോയില്ല. ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്തായാലും നീയാണല്ലോ മൂത്തവൻ. കർണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പഞ്ചപാണ്ഡവന്മാരെ പോലെയുള്ള വീരന്മാരെ ലഭിച്ച കൃഷ്ണനെ പോലെയുള്ള സഖാവിനെ കിട്ടിയ മഹിളാരത്നത്തിന് നിസാരനായ എൻ്റെ ആശീർവാദത്തിന് ആവശ്യമുണ്ടോ? അമ്മ മുന്നറിയിപ്പ് നൽകി, വേണ്ടാത്ത കാര്യങ്ങൾ പറയാതിരിക്കൂ. എന്നെ കാണുമ്പോൾ നിന്റെ മനസ്സിൽ പരിഭവം നിറയും. പാണ്ഡവന്മാരോട് കുട്ടിക്കാലത്തുണ്ടായ കലഹവും വിവാദവും നീ ഇപ്പോഴും മറന്നിട്ടില്ല. കർണനെ വന്ദിക്കുവാൻ അമ്മ എന്നോട് ആംഗ്യം കാട്ടി. കർണനെ വന്ദിക്കുന്നതിനു മുമ്പ് അമ്മയുടെ പാദം തൊട്ട് വന്ദിക്കുന്നത് ഉചിതമായിരിക്കും. ഒരാളെ വന്ദിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ഗുരുജനങ്ങളെയും വന്ദിക്കേണ്ടതുണ്ട്. ഞാൻ തലകുനിച്ച് നിൽക്കുകയായിരുന്നു. അമ്മയുടെ കാലുകൾ കണ്ട് തുഴുവാനായി ഞാൻ മുന്നോട്ട് നീങ്ങി. പക്ഷെ ആ രണ്ട് കാലുകളും പെട്ടെന്ന് പിന്നോട്ട് നീങ്ങി. ഞാൻ അമ്പരന്ന് പോയി. ഞാൻ പാദം തൊട്ട് വന്ദിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അവർക്ക് എന്നോട് കോപമാണോ? അടുത്ത നിമിഷം കർണന്റെ മധുരശബ്ദം കേട്ടു. ഹസ്തിനാപുരിയിലെ മഹാറാണി കൃഷ്ണയെ അതിരഥപുത്രനായ കർണന്റെ പാദം തൊട്ട് വന്ദിക്കുവാൻ ഒരുങ്ങുന്നു. ഇത് ഹസ്തിനാപുരത്തിന് അപമാനമാണ്. നിങ്ങളുടെ 5 ഭർത്താക്കന്മാരും ക്ഷുഭിതരാകും. വന്ദിച്ചില്ലെങ്കിൽ പോലും റാണി കൃഷ്ണയ്ക്ക് എൻ്റെ ആശീർവാദങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ ലജ്ജിച്ചുപോയി. അമ്മയുടെ കാലുകളാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ കർണന്റെ പാദം തൊടുവാനാണ് പോയത്. അമ്മയുടെ കർണന്റെയും പാദങ്ങൾ ഇത്ര സാമ്യമാണ്.
ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ 4 പാദങ്ങൾക്കും നല്ല സാമ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ടു. അമ്മയുടെ പാദങ്ങൾ ആകൃതിയിൽ അല്പം ചെറുതാണെന്ന് മാത്രം. ഞാൻ ആദ്യം അമ്മയുടെ നേർക്ക് കൈകൂപ്പി, പിന്നീട് കർണനെയും വന്ദിച്ചു. വന്ദിക്കുന്ന വ്യാജേനെ ഞാൻ മനഃപൂർവ്വം പാദസ്പർശത്തിന് ശ്രമിച്ചതാണെന്ന് കർണൻ വിചാരിച്ചു കാണും. മായ എൻ്റെ മനസ്സൂഹിച്ചു. അവൾ പറഞ്ഞു, അമ്മയുടെ പാദങ്ങളുമായ അങ്ങയുടെ പാദങ്ങൾക്ക് സാമ്യമുള്ളതുകൊണ്ട് രാജകുമാരി തെറ്റിദ്ധരിച്ച് അങ്ങയുടെ പാദം സ്പർശിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങ് പിന്നിലേക്ക് നീങ്ങിയത് നന്നായി. അല്ലായിരുന്നുവെങ്കിൽ രാജകുമാരിക്ക് ജ്യേഷ്ഠനെ സ്പർശിച്ചെന്ന പാപമുണ്ടാകുമായിരുന്നു. കർണൻ ചിരിച്ചു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, റാണി കൃഷ്ണയ്ക്ക് പാപമോ? അവർ ആര്യാവർത്തത്തിലെ മാതൃകാ വനിതയാണ്. ജ്യേഷ്ഠനെ സ്പർശിക്കുന്നതിൽ പാപം കൽപ്പിച്ചിരിക്കുന്നത് സത്യയുഗത്തിലും ത്രേതായുഗത്തിലുമായിരുന്നു. ദ്വാപരയുഗത്തിൽ ജ്യേഷ്ഠനെ വിവാഹം കഴിച്ചു തുടങ്ങിയിരിക്കുന്നു. കർണന്റെ ശ്ലേഷം അമ്പുപോലെ വന്ന് തറച്ചു. ഹൃദയരക്തം വാർന്നൊഴുകി. ഞാൻ കണ്ണുകളിൽ ദൃഢനിശ്ചയത്തോടെ നിന്നു. അലങ്കാരിയും അസഹിഷ്ണുവുമായി ഈ പുരുഷന്റെ ദ്വയാർത്ഥ പ്രയോഗത്തിന് മഹത്വം കൽപ്പിക്കുന്നത് മഹാറാണി കൃഷ്ണയ്ക്ക് നാണക്കേടാണ്. ഞാൻ മുഖം തിരിച്ചു മുറിയിലേക്ക് വന്നു. അമ്മയെ കേൾപ്പിക്കുവാനായി അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, സന്ധ്യയ്ക്ക് മുമ്പ് മടങ്ങിപ്പോകണം. അമ്മ സമയത്തെക്കുറിച്ച് ബോധവതിയായി. മായ പറഞ്ഞു, അമ്മയുടെ പാദങ്ങളും കർണന്റെ പാദങ്ങളും തമ്മിൽ ഇത്രയധികം സാമ്യവും വിസ്മയകരവുമായിരുന്നു. അമ്മ പറഞ്ഞു, ഒരുപക്ഷെ ഏതെങ്കിലും മുജ്ജന്മത്തിൽ കർണൻ എന്റെ മകനായിരുന്നിരിക്കാം. സഭാമന്ദിരത്തിലെ വാസ്തുബലി കർമ്മം ആർഭാടത്തോടെ അങ്ങനെ നടന്നു പോന്നു. സഭാമന്ദിരത്തിലെ സിംഹാസനത്തിലിരുന്ന് യുധിഷ്ഠിരൻ അതിഥികളെ അഭിസംബോധന ചെയ്തു. സഭാമന്ദിരത്തിന്റെ സൗന്ദര്യവും നിർമ്മാണ ചാതുര്യവും എല്ലാവരെയും വിസ്മയിപ്പിച്ചു. പഞ്ചപാണ്ഡവന്മാരെ കൗശലപൂർവം അവിസക്ത പ്രയോധമായ കാണ്ഡവ പ്രസ്ഥത്തിലേക്ക് എത്തിച്ചിട്ട് കൗരവന്മാർ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പുതുതായി നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥവും സഭാമന്ദിരവും കണ്ടവർക്ക് അസൂയ പിരി. ആ 100 സഹോദരന്മാർക്ക് ഞാൻ തന്നെ ആഹാരം വിളമ്പി. അമ്മയുടെ നിർദ്ദേശം അതായിരുന്നു. കൗരവന്മാർ എൻ്റെ ഭർത്താക്കന്മാരുടെ അനുജന്മാരായിരുന്നു. അതിനാൽ വീട്ടിലുള്ളവരെ പോലെ അവരെ ബഹുമാനിക്കേണ്ടത് എൻ്റെ കർത്തവ്യമായിരുന്നു. ഞാൻ മനസ്സർപ്പിച്ച് ചോറും കറികളും പായസവും മധുര പലഹാരങ്ങളും ഉണ്ടാക്കി വെച്ചു. കൗരവന്മാർ 100 പേരും പഞ്ചപാണ്ഡവന്മാരും ഒരുമിച്ചിരുന്നു. ബലരാമനും ശ്രീകൃഷ്ണനും കൂടിയിരുന്നു. കർണനും അവരോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അംഗദേശത്തെ രാജാവെന്ന നിലയിൽ കർണനെ അതിഥി മന്ദിരത്തിൽ പാർപ്പിക്കുകയാണ് ചെയ്തത്. അമ്മ അദ്ദേഹത്തെ അത്താഴമുണ്ണുവാൻ ക്ഷണിച്ചു. ക്ഷണം നിരസിച്ചുകൊണ്ട് കർണൻ ഇങ്ങനെ പറഞ്ഞയച്ചു, മറ്റുള്ളവരെ കുടുംബപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കുവാൻ എനിക്ക് താല്പര്യമില്ല. കൗരവന്മാരും പാണ്ഡവന്മാരും ഒന്നിച്ചേരുന്നു, ആഹാരം കഴിക്കും, അവർ തമ്മിൽ സദ്ഭാവം വളരും. അതിനിടയിൽ എൻ്റെ വരവ് തടസ്സമാകും. കർണൻ ഏതുതരം ഭക്ഷണമാണ് പ്രിയമെന്ന് അമ്മ രാധമ്മയോട് ചോദിച്ചറിഞ്ഞു. എന്നെ കൊണ്ട് അത് പാകപ്പെടുത്തുകയും ചെയ്യിപ്പിച്ചു. എന്നാൽ കർണൻ വരുന്നില്ലെന്നറിഞ്ഞപ്പോൾ അമ്മ ഖിന്നയായി. ആഘോഷങ്ങളുടെ ഉത്സാഹത്തിമിർപ്പിനിടയിൽ അവർ പെട്ടെന്ന് ഉദാസീനിയായി. കർണനോട് അമ്മയ്ക്ക് തോന്നുന്ന അകാരണമായ വാത്സല്യം എൻ്റെ സ്ത്രീ മനസ്സിൽ കുതൂഹലം നിറച്ചു. 105 സഹോദരന്മാരും എൻ്റെ ഏകനാഥൂനായ ദുഷള്ളയുടെ ഭർത്താവ് ജയദ്രഥനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു. മായയും നിതിംബനെയും ഞാനും വിളമ്പിക്കൊണ്ടേയിരുന്നു. എല്ലാവരെയും എൻ്റെ പാചകകലയെ പ്രശംസിച്ചു. വീണ്ടും വീണ്ടും ഓരോന്നാവശ്യപ്പെടുകയും ചെയ്തു. ദുശാസനൻ 1-2 തവണ എച്ചിൽ കൈകൊണ്ട് എൻ്റെ കയ്യിൽ പിടിക്കുകയും ചെയ്തു. അനുജനാണെന്ന് കരുതി ഞാൻ അത് ഗൗരവമായി എടുത്തില്ല. ജയദ്രഥന് പായസം വിളമ്പിക്കൊടുത്തപ്പോൾ ചെറുപുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു, ചേട്ടത്തി, നിങ്ങളുണ്ടാക്കിയ ഭക്ഷണം എത്ര സ്വാദുള്ളതാണെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ളവളായിരിക്കും. ദുശാസനൻ പെട്ടെന്ന് ഒപ്പം ചേർന്നു. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉള്ളിൽ അസൂയമ മാത്രമേ ബാക്കി കാണൂ. സ്വയം വരമ്പ മണ്ഡപത്തിൽ കണ്ട രൂപം ഇപ്പോഴും എല്ലാവരുടെ മനസ്സേയും ഇരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് ഗുണപതിയായ ഗ്രഹനായിക എന്ന നിലയിൽ ലഭിച്ച ദർശനം ആ എരുതിയിൽ എണ്ണ ഒഴിച്ചതിന് തുല്യമായി. എൻ്റെ ശരീരത്തിന് തീ പിടിക്കുന്നത് പോലെ തോന്നി. എൻ്റെ രൂപവും നോട്ടവും മാറിപ്പോയി. എന്നാൽ അതിഥിക്ക് ആഹാരം വിളമ്പുകൾ കോപിച്ച മുഖം ചുവപ്പിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ കോപവും ഉറപ്പും അടക്കി. എന്നിട്ട് മുഖം ചുവന്നു. ജയദ്രഥന് മനസ്സിലായി. അയാൾ പറഞ്ഞു, അനുജൻ ചേട്ടത്തിയോട് ഇങ്ങനെ കളിതമാശ പറയുക പതിവാണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഇതൊക്കെ പഠിച്ചിട്ട് വരണമായിരുന്നു. നിങ്ങളെപ്പോലെ സുന്ദരിയായ ചേട്ടത്തിയോട് അനുജന്മാർ തമാശ പറയുന്നത് സ്വാഭാവികം മാത്രം. അവരുടെ വാക്കുകൾ പരിഹാസരൂപത്തിൽ സ്വീകരിക്കുന്നു എന്ന് ഞാനും നടിച്ചു. എന്നാൽ അവരുടെ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന അശ്ലീല സൂചന ഒരുവിധത്തിലും പരിഹാസത്തിന്റെ തലകത്തിലുള്ളതായിരുന്നില്ല. ഞാൻ ഗൗരവം പൂണ്ടു. ദുര്യോധനൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ശ്വാസഗതി വർദ്ധിച്ചു. നിർനിമേഷനായി എന്നെ നോക്കി. പശ്ചാത്താപത്തിൻ്റെയും അസതന്ത്രത്തിനായ കാമവാസനയുടെയും വികാരങ്ങളോടെ ശീൽക്കാരം പ്രകടിപ്പിച്ചു. ഞാൻ ആലോചിക്കുകയായിരുന്നു, പരാജയപ്പെട്ട ശത്രുവിനെ അഭിനന്ദിച്ചുകൊണ്ട് അയാളുടെ കഴുത്തിൽ പൂമാല അണിയിക്കുന്നതും സ്വയംവര സഭയിൽ പരാജിതരായി മടങ്ങിയ കൗരവന്മാരെ വിളിച്ച് എൻ്റെ രൂപകൽപ്പന പ്രദർശിപ്പിക്കുന്നതും
അവർക്ക് അപമാനജനകമായി തോന്നിയിരിക്കാം. കൗരവന്മാർ പൊതുവെ അസഹിഷ്ണുതയും അസൂയയും ഉള്ളവരാണെന്ന് എനിക്കറിയാം. എൻ്റെ സുഖവും സൗഭാഗ്യവും എന്നെ എന്തുകൊണ്ട് ഭയപ്പെടുത്തുന്നുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മനസ്സിൽ ആശങ്ക നിറഞ്ഞു. ശരീരം ക്ഷീണിതവും മനസ്സ് ശങ്കാകുലവുമായിരുന്നു. എനിക്ക് വിശ്രമം വേണം. കിടപ്പറയിലേക്ക് പോകുവാൻ അമ്മ അടുക്കള വാതിക്കൽ നിൽക്കുന്നത് കണ്ടു. ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ തന്നെ അമ്മയെ നിൽക്കുന്നത് കണ്ടു. ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ തന്നെ അമ്മയ്ക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ഇനി എന്നു വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവിടുന്ന് ഒഴിഞ്ഞു മാറി. എന്നെ വിശ്രമിക്കുവാൻ എന്നെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയും ചെയ്തു. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അമ്മയ്ക്ക് വിളമ്പിയ ഭക്ഷണം അതേപോലെ തന്നെ ഇരിക്കുന്നു. അമ്മ കിന്നിയായി ഉദാസീനയായി നിൽക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് അമ്മേ കാര്യം? അമ്മ ആഹാരം കഴിച്ചില്ലല്ലോ. അമ്മ മ്ലാനസ്വരത്തിൽ പറഞ്ഞു, നീയും കഴിച്ചില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ കഴിക്കും? ഞാൻ അല്പസമയം വിശ്രമിച്ച ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലെ പാചകക്കാരും മറ്റു ഭൃത്യന്മാരും വളർത്തുമൃഗങ്ങളും ആഹാരം കഴിച്ച ശേഷമേ ഞാൻ കഴിക്കാറുള്ളൂ. അമ്മയ്ക്ക് അറിയാലോ. എന്നാൽ ഇന്ന് കൂടുതൽ പരിശ്രമിച്ചില്ലേ? കണ്ടാൽ തന്നെ ക്ഷീണം മനസ്സിലാകും. അതുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കാമായിരുന്നു. ദേഹരക്ഷ ഓരോരുത്തരുടെയും ധർമ്മമാണ്. ഞാൻ പരിഭവസ്വമത്തോടെ പറഞ്ഞു, അമ്മ എനിക്ക് വേണ്ടി ഉപവമിക്കുന്നു. വരൂ, ഞാനും അമ്മയും കൂടെ ഭക്ഷണം കഴിക്കാം. ഇതിനോടകം എല്ലാവരും ഭക്ഷണം കഴിച്ചു കാണും. രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി. അമ്മ പതുക്കെ പറഞ്ഞു, അതിഥിയെ പട്ടിണിക്കിട്ടുകൊണ്ട് ഗൃഹനായിക ജലപാലനം പോലും കഴിക്കുവാൻ പാടില്ല. ഞാൻ വിസ്മയത്തോടെ നോക്കി. ഏതതിഥിയാണ് വിശന്നിരിക്കുന്നത്? എല്ലാവരെയും യഥാവിധി സത്കരിച്ചുവല്ലോ. അമ്മ പറഞ്ഞു, അംഗദേശത്തെ രാജാവായ കർണൻ അതിഥി മന്ദിരത്തിൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നു. ഇങ്ങോട്ട് ക്ഷണിച്ചതാണ്. അതുകൊണ്ട് അതിഥി മന്ദിരത്തിൽ രാത്രി ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുമില്ല. അദ്ദേഹം വന്നില്ലെന്ന് വിചാരിച്ച് നമ്മൾ ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങാമോ? അമ്മയുടെ വാക്കുകൾ കേട്ട് എൻ്റെ ഉള്ളിൽ ചോവം നുരഞ്ഞു പൊന്തി. കർണന് വേണ്ടി അമ്മ ഉപവസിക്കും. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യണം? അമ്മ ദൃഢസ്വരത്തിൽ പറഞ്ഞു, കർണനുള്ള ഭക്ഷണവും കൊണ്ട് അതിഥി മന്ദിരത്തിൽ പോകണം. അമ്മ പോകുമോ? ഋജുബുദ്ധിയായ ഞാൻ ചോദിച്ചു. അമ്മ പറഞ്ഞു, യുധിഷ്ഠിരൻ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജാവായ ശേഷം നീയാണ് വീടിന്റെ ചുമതലക്കായി. കർണൻ നിന്റെ അതിഥിയാണ്, എൻ്റെ അല്ല. അതിഥി സത്കാരം നിന്റെ ധർമ്മമാണ്. ഞാൻ അതിഥി മന്ദിരത്തിലേക്ക് പോകണോ? ഞാൻ വിസ്മയത്തോടെ ചോദിച്ചു. അമ്മ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, ഇതിൽ ആശ്ചര്യപ്പെടുവാൻ എന്താണ് ഇരിക്കുന്നത്? കർണൻ അതിഥി മാത്രമല്ല, നിന്റെ ജ്യേഷ്ഠൻ കൂടിയാണ്. മായയും നിതുംബനിയും ഒപ്പം കൂട്ടിക്കോളൂ. വിസമ്മതവും നീരസവും നിറച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ പ്രവർത്തിക്കാം. എനിക്ക് എതിർപ്പൊന്നുമില്ല. അമ്മ താല്പര്യത്തോടെ എല്ലാ സാധനങ്ങളും ഒരുക്കി. ഒരു മനുഷ്യന് വേണ്ടതിലേറെ ഭക്ഷണം എടുത്തു വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതിഥി ദേവനാണ്. അതിഥി സന്തുഷ്ടനായാൽ ഈശ്വരൻ സന്തുഷ്ടനാകും. നീ പോയില്ലെങ്കിൽ കർണൻ ആഹാരം സ്വീകരിക്കുകയില്ല. നീയാണല്ലോ ഗൃഹനായിക. എനിക്ക് കർണനെ അറിയാം. ഓരോ കാര്യത്തിലും അവൻ കർമ്മവും ധർമ്മവും നീതിയും നിയമവും ഒക്കെ അന്വേഷിക്കും. നീ ഭക്ഷണവും കൊണ്ടുചെന്നാൽ അവൻ പ്രസന്നനാകും. ഞാൻ ആലോചിച്ചു. കർണൻ സന്തോഷമുണ്ടായാലും ഇല്ലെങ്കിലും അമ്മയ്ക്ക് തീർച്ചയായും സന്തോഷമുണ്ടാകും. എനിക്ക് അനുമതി തരും. നിങ്ങൾ 3 പേരും അതിഥി മന്ദിരത്തിന്റെ വാതിൽക്കലെത്തി. മായയുടെ കയ്യിൽ ആഹാരം വിളമ്പിയ ശേഷം നിതുംബിനിയുടെ കയ്യിൽ ജലപാത്രവും ഞാൻ നിറച്ചു. ഞാൻ ആലോചിച്ചു, കർണന് സന്തോഷമുണ്ടായാലും ഇല്ലെങ്കിലും അമ്മയ്ക്ക് തീർച്ചയായും സന്തോഷമുണ്ടാകും. എനിക്കത് മതി. നിങ്ങൾ 3 പേരും അവിടെ തന്നെ നിന്നു. ഞാൻ പുറത്ത് കാത്തു നിന്നു. അവർ 2 പേരും സ്വീകരണ മുറിയിലേക്ക് കയറിച്ചു. കുന്തി ദേവിയുടെ സന്ദേശവുമായി വന്നിരിക്കുകയാണെന്ന് പരിചാരകൻ വഴി വിവരം അറിയിച്ചു. കർണൻ കിടക്കുവാൻ ഒരുങ്ങുകയായി. പെട്ടെന്ന് സ്വീകരണ മുറിയിലെത്തി ചോദിച്ചു, ഈ രാത്രിയിൽ എന്താണ് സന്ദേശം? അങ്ങയ്ക്ക് ഭക്ഷണം കൊടുത്തയച്ചിരിക്കുന്നു, മായ പറഞ്ഞു. കർണൻ പരിഭ്രമത്തോടെ പറഞ്ഞു, മധ്യാഹ്ന ഭക്ഷണം വളരെ ഗംഭീരമായിരുന്നു. അതുകൊണ്ട് രാത്രിയിൽ ഭക്ഷണത്തിന്റെ ആവശ്യം തന്നെ ഇല്ലായിരുന്നു. എന്തായാലും അമ്മ കൊടുത്തയച്ച സ്ഥിതിക്ക് അല്പം കഴിക്കാം. അല്പം പോരാ, വയറ് നിറയെ കഴിക്കണം. അതിനാണ് അമ്മ ഞങ്ങളെ അയച്ചത്. അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അമ്മയുടെ നിർദ്ദേശപ്രകാരം മഹാറാണി കൃഷ്ണ തന്നെ പാകം ചെയ്തതാണ്. ആഹാരവുമായി മഹാറാണി കൃഷ്ണ തന്നെ എഴുന്നള്ളുകയും ചെയ്തു. രാജാമാതാവിൻ്റെ ആജ്ഞയാണിത്. മഹാറാണി തന്നെ അതിഥി സത്കാരം നിറവേറ്റുകയാണ്. കർണൻ ഗൗരവം പൂണ്ടു. മഹാറാണി ഇത്ര ഇരുട്ടിയ ശേഷം അതിഥി മന്ദിരത്തിൽ വന്നത് ഉചിതമായില്ല. മഹാമാതാവായ കുന്തി പുത്രസ്നേഹത്താൽ അന്ധയായി മാറിയോ? മായ പറഞ്ഞു, അങ്ങ് രാജമാതാവിന്റെ ധർമ്മപുത്രനാണ്. രാജകൊട്ടാരത്തിലെ വിശിഷ്ട അതിഥിയാണ്. ഈ അതിഥി മന്ദിരത്തിൽ രാജകുടുംബത്തിലെ ബന്ധുജനങ്ങൾ മാത്രമേ താമസിക്കാറുള്ളൂ. അതിനാൽ ഗൃഹനായിക എന്ന നിലയിൽ മഹാറാണി കൃഷ്ണ തന്നെ അതിഥി സത്കാരം നടത്തുന്നതിൽ അനൗചിത്യമില്ല. കർണൻ പറഞ്ഞു, മഹാറാണി തന്നെ തളികയുമായി വന്ന സ്ഥിതിക്ക് നിരസിക്കുന്നത് അപരാധമായിരിക്കും. എങ്കിലും ഞാൻ ഫലാഹാരം മാത്രമേ സ്വീകരിക്കൂ. ഫലങ്ങൾ വെച്ചിട്ട് ബാക്കി ഭക്ഷണ സാധനങ്ങൾ തിരികെ കൊണ്ടുപോകൂ. ഫലാഹാരം മാത്രമോ?
ഇന്ന് അങ്ങേക്ക് വിശേഷിച്ചാൽ വ്രതം വല്ലതും ഉണ്ടോ? മായ ആശ്ചര്യത്തോടെ ചോദിച്ചു. കർണൻ പറഞ്ഞു, തുടരും.